എടാ മക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സപ്ലിമെന്ററി അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്കറിയാം, നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒത്തിരി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിരവധി വിദ്യാർത്ഥികൾക്ക് അതുകൊണ്ട് അതുകൊണ്ട് പ്രയോജനപ്പെടുന്നുണ്ട്, അഡ്മിഷൻ ലഭിച്ചു എന്നൊക്കെയുള്ള മെസ്സേജുകൾ നമുക്ക് റെഗുലറായി വരുന്നുണ്ട്. സോ ഒത്തിരി ഹാപ്പി, ഒത്തിരി സന്തോഷം. നിങ്ങളുടെ സന്തോഷത്തിൽ നമുക്കും പങ്കുചേരാൻ കഴിഞ്ഞതിലുള്ള എല്ലാ സന്തോഷവും അറിയിച്ചു. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായാൽ, നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറക്കരുത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിൽ അഡ്മിഷൻ കിട്ടാതിരിക്കുന്ന നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കുവാനും മറക്കരുത്. നിങ്ങൾ നൽകുന്ന ഈ ചെറിയ ചെറിയ പ്രോത്സാഹനങ്ങളാണ് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. സോ ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമ്മളിപ്പോൾ നേരിടുന്ന പ്രധാന പ്രശ്നം എന്താ? ഒത്തിരി വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ല അല്ലേ? നിരവധി വിദ്യാർത്ഥികളാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അഡ്മിഷൻ നേടുവാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരിക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാത്ത എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എടാ മക്കളെ, HSCയുടെ തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞു. അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആയി. കമ്മ്യൂണിറ്റി കോട്ടയുടെയും മാനേജ്മെന്റ് കോട്ടയുടെയും ഒക്കെ അഡ്മിഷൻ ഈ ജൂലൈ 10 കംപ്ലീറ്റ് ആവും. ഇനി നിങ്ങളുടെ മുമ്പിലുള്ളത് HSCയിലെ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ആണ്. സോ ഏകദേശം ഒരു ജൂലൈ 11 കൂടി തന്നെ നമുക്ക് വേക്കൻസി ലിസ്റ്റ് ഗവൺമെന്റ് പബ്ലിഷ് ചെയ്യുമെന്ന് കരുതുന്നു. ജൂലൈ 13 അലോട്ട്മെന്റിന്റെ പ്രൊസീജിയേഴ്സുകളെല്ലാം ആരംഭിക്കുന്നതുമാണ്. ഇനി VHSCയിലേക്ക് വരികയാണെങ്കിൽ അവിടെ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് നടന്നു കഴിഞ്ഞു. ഇനി ഉടൻ തന്നെ നമുക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റ് പ്രതീക്ഷിക്കാം. അപ്പോൾ HSCയുടെ സപ്ലിമെന്ററിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ വീഡിയോ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് VHSCക്ക് വേണ്ടിയിട്ടാണ്. എടാ മക്കളെ, നിങ്ങളിൽ പല കുട്ടികളും HSCയിൽ +1 അലോട്ട്മെന്റിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ VHSCയിൽ അപ്ലൈ ചെയ്യാത്ത മക്കളുണ്ടല്ലോ. സോ മക്കൾ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾക്കെല്ലാം ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് ഈ VHSC എന്ന് പറയുന്നത്. അതായത് എന്താണ് ഈ VHSC എന്ന് പറയുന്നത്? വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എടാ, നമ്മളൊരു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്നൊക്കെ പറയും. അതായത് ജോബ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കുറച്ചുകൂടെ ആപ്ലിക്കേഷൻ ലെവലിൽ നമ്മൾ ഇപ്പോൾ ഉദാഹരണം അഗ്രികൾച്ചർ ഫീൽഡിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കും അല്ലേ? അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാൻ, ബയോമെഡിക്കൽ ഫീൽഡിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കും അല്ലേ? സോ അവർ ഈ ഫീൽഡിന് കൂടുതൽ ഫോക്കസ് ചെയ്ത് ഒരു ജോബ് ഓറിയന്റഡ് ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഈ VHSC എന്ന് പറയുന്നത്. കേരളത്തിൽ ഏകദേശം ഒരു 30,000 സീറ്റുകളാണ് VHSCക്ക് ഉള്ളത്. നിലവിൽ ഏകദേശം 9,000-ലധികം സീറ്റുകൾ VHSCയിൽ വേക്കൻ്റ് ആയിട്ട് കിടപ്പുണ്ട്. സോ നിങ്ങൾക്ക് അഡ്മിഷൻ നേടുവാൻ വേണ്ടിയിട്ട് സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ് VHSCയിൽ. സാധാരണഗതിയിൽ ഒരു VHSCയിൽ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ VHSCയിൽ ഒരു ബാച്ചിൽ ഏകദേശം 30 സീറ്റുകളാണ് വരുന്നത്. ഒരു 15 സീറ്റുകളെങ്കിലും ഫില്ലായാൽ മാത്രമേ VHSCയിൽ ഒരു ബാച്ചായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയൂ. പക്ഷെ നിലവിൽ ഇന്നും കേരളത്തിൽ നിരവധി വിദ്യാലയങ്ങളിൽ 15 സീറ്റ് പോയിട്ട് 5 സീറ്റ് പോലും കംപ്ലീറ്റ് ആകാത്ത വിദ്യാലയങ്ങളുണ്ട്. സോ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് VHSCയിൽ എന്ന് പറയുന്നത്. ഇനി VHSCയും HSCയും തമ്മിലുള്ള എന്താണ് ഡിഫറൻസ്, മേജർ ഡിഫറൻസ് എന്താണ്? എടാ, നമ്മൾക്ക് അറിയാം HSCയിൽ നിങ്ങൾക്ക് 6 സബ്ജക്റ്റ് പഠിക്കാനുണ്ട് അല്ലേ? ഇപ്പോൾ ബയോ സയൻസ് ആണ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്നത് എന്തൊക്കെയാണ്? ആദ്യം നിങ്ങളൊരു ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കും. പിന്നെ നിങ്ങൾക്ക് സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ഓർ മലയാളം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരും. അതുകൂടാണ്ട് സയൻസ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയാണ് അല്ലേ? അതിനുശേഷം വരുന്നത് മാത്തമാറ്റിക്സ് ആണ്. ഇങ്ങനെ ഒരു 6 സബ്ജക്റ്റാണ് നിങ്ങൾ പഠിക്കുന്നത്. VHSCയിലേക്ക് വരുമ്പോഴും നിങ്ങൾ ഈ സെയിം സിലബസ് തന്നെയാണ്, സെയിം സബ്ജക്റ്റുകൾ തന്നെയാണ് സയൻസിൽ പഠിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് എന്തില്ല? സെക്കൻഡ് ലാംഗ്വേജ് ഇല്ല. അതായത് VHSCയിലെ പ്രത്യേകത, സെക്കൻഡ് ലാംഗ്വേജിന് പകരം നിങ്ങൾ ഒരു വൊക്കേഷണൽ കോഴ്സ് അല്ലെങ്കിൽ സ്കിൽഡ് കോഴ്സ് ആയിരിക്കും പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പഠിക്കേണ്ട? ഈ പറഞ്ഞ സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കേണ്ട. ഇനി നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റ് നിങ്ങൾ HSCയിൽ പഠിക്കുന്ന സെയിം കെമിസ്ട്രി തന്നെയാണ് നിങ്ങൾ VHSCയിലും വരുന്നത്. പുസ്തകങ്ങൾക്കൊന്നും ഒരു മാറ്റവുമില്ല. ഇനി മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ഫിസിക്സ് നിങ്ങൾ HSCയിൽ എന്താണോ പഠിക്കുന്നത് അത് തന്നെയാണ് നിങ്ങൾക്ക് VHSCയിലും വരുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന കോഴ്സിനനുബന്ധിച്ചിട്ടുള്ള ഓരോ അറേഞ്ച്മെന്റുകളായിരിക്കും അവിടെ വരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. VHSCയിലും HSCയിലെ പോലെ തന്നെ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, ഈ 3 കോമ്പിനേഷനുകൾ നിങ്ങൾക്കുണ്ടായിരിക്കുന്നതാണ്. ഇതിലെല്ലാത്തിലേക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാൻ വേണ്ടിയിട്ട് കഴിയുന്നതാണ്. വരുന്നൊരു വ്യത്യാസം എന്ന് പറയുന്നത് അഡീഷണൽ ആയിട്ട് നിങ്ങളൊരു സ്കിൽഡ് കോഴ്സ് പഠിക്കണം എന്നുള്ളതാണ്. അത് വളരെ സിമ്പിളാണ്. ഇനി നിങ്ങൾക്ക് ഈ സ്കിൽഡ് കോഴ്സുമായി ബന്ധപ്പെട്ട്, നിങ്ങൾ പഠിച്ച കോഴ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഹയർ എഡ്യൂക്കേഷന് പോകാം, ഡിഗ്രി ചെയ്യാം, ഏത് കോഴ്സിലേക്ക് വേണമെങ്കിലും പോകാം. ഇനി അത് കൂടാണ്ട് VHSCയിൽ നിന്നും HSCയിലേക്ക് വരുന്ന സമയത്ത്
എന്താണ് ഒരു അഡ്വാൻറ്റേജ്? എടാ മക്കളെ, നിങ്ങൾ അഗ്രികൾച്ചറിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് റിസർവേഷൻ കിട്ടും. അതായത് പല ഹയർ എഡ്യൂക്കേഷൻ മേഖലകളിലും VHSE പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് റിസർവേഷൻ ഉണ്ടായിരിക്കും. 5 സീറ്റ്, 3 സീറ്റ് എന്നിങ്ങനെ റിസർവേഷൻ ഉണ്ടായിരിക്കും. ഇനി അതോടൊപ്പം തന്നെ PSCയിൽ അപ്ലൈ ചെയ്യുകയാണ്, PHSയിലും VHSE പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കുന്നതാണ്. സോ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ, നിങ്ങളുടെ ഫ്യൂച്ചറിന് യാതൊരു പ്രശ്നവും ഉണ്ടാകാതെ നിങ്ങൾക്ക് കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും VHSയിൽ എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ബയോമെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് ആ ഫീൽഡുമായി ബന്ധപ്പെട്ട കോഴ്സ് സെലക്ട് ചെയ്യുക. എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അതുമായി ബന്ധപ്പെട്ട കോഴ്സ് സെലക്ട് ചെയ്യുക. സോ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് നിങ്ങൾക്ക് ഭാവിയിൽ ഏത് മേഖലയിലേക്ക് പോകണം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്പെഷ്യൽ കോഴ്സുകൾ നിങ്ങൾക്ക് പഠിക്കണം, സോ ആ മേഖലയുമായി ബന്ധപ്പെട്ട കോഴ്സുകളാണ് നിങ്ങൾ അതിൽ സെലക്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്. അഡ്മിഷന്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ നിലവിൽ ഒത്തിരി വിദ്യാലയങ്ങളിലാണ് സീറ്റ് വേക്കൻ്റ് ആയിട്ടുള്ളത്. പല മക്കൾക്കും VHSEയെ പറ്റിയിട്ടൊരു ധാരണയില്ല, അല്ലെങ്കിൽ പേരൻസിന് VHSEയെ പറ്റിയിട്ടൊരു ധാരണയില്ല. അതിന് കാരണം വർഷങ്ങളായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ വിളിക്കുമ്പോൾ HSEയിൽ അപ്ലൈ ചെയ്യുന്നു. അടുത്തുള്ള സ്കൂളുകൾ VHSEയെക്കാട്ടിലും HSE സ്കൂളുകളാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അപ്പോൾ പൊതുവേ കുട്ടികൾ പോകുന്നത് വെച്ച് ഒരു ട്രെൻഡ് വെച്ചിട്ട് നമ്മൾ പോവുകയാണ്. പക്ഷെ നമ്മുടെ സാധ്യതകൾ, VHSEയിലുള്ള സാധ്യതകളെ പറ്റിയിട്ട് നമുക്ക് കൃത്യമായിട്ട് അറിവില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് വിദ്യാർത്ഥികൾ അതിലേക്ക് അഡ്മിഷൻ എടുക്കാത്തത് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. കണ്ട മക്കളെ, HSEയിൽ നിങ്ങൾ +2 കംപ്ലീറ്റ് ചെയ്തിറങ്ങുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് പോലെ ഈക്വൽ വാല്യൂ ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് തന്നെയായിരിക്കും നിങ്ങൾക്ക് VHSEയിൽ നിന്നും പാസ്സായി പുറത്തോട്ട് പോകുമ്പോൾ ലഭിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു സ്കിൽഡ് സർട്ടിഫിക്കറ്റ് കൂടെ കിട്ടും. നിങ്ങളുടെ ഫ്യൂച്ചറിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു സ്കിൽഡ് സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ലഭിക്കുമെന്നുള്ളതാണ് VHSEയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. സോ VHSE എന്ന് പറയുന്ന ഒരു തൊഴിലധിഷ്ഠിത പ്രൊഫഷണൽ കോഴ്സായിട്ട് നമുക്കിതിനെ വിലയിരുത്തുവാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ജോലി ലഭിക്കാനുള്ള ഒരു ബെറ്റർ ജോബ് നമുക്ക് സെക്യൂർ ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ കൊച്ചു ക്ലാസ് മുതൽ നമ്മൾ പഠിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടുന്നില്ല? ജോലി കിട്ടുന്നില്ല എന്ന് പറയും. സോ ഇവിടെ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി ആണ് എന്ത്? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്നുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആയിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു മേഖലയിലേക്കാണ് VHSEയിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത്. സോ എല്ലാ മക്കളും നിർബന്ധമായിട്ട് നിങ്ങൾ VHSEയിൽ മാത്രം അപ്ലൈ ചെയ്യാനല്ല പറയുന്നത്, HSEയിലും അപ്ലൈ ചെയ്യുക. അതോടൊപ്പം തന്നെ VHSEയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ എല്ലാവർക്കും അഡ്മിഷൻ കിട്ടുക. സപ്ലിമെന്ററി അലോട്ട്മെന്റ് മാസീവായിട്ടൊരു അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ആയിരിക്കും നിങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഈ സാധ്യതകളെല്ലാം നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. നിങ്ങളുടെ കൺഫ്യൂഷനുകൾ കൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് പോകരുത് എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് നമ്മൾ ഇത്രയും ക്ലിയർ ആയിട്ട് ഈ വീഡിയോ ഇട്ടത്. സോ നിങ്ങളുടെ കൺഫ്യൂഷൻസുകൾ കൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാതെ പോകരുത് എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഇത്രയും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അപ്ഡേഷൻസുകളും നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. നിങ്ങൾ കൃത്യമായി ചെയ്യേണ്ടത്, ഇൻസ്റ്റഗ്രാം ഉള്ളവർ ടെയിൽസ് ഓഫ് സ്റ്റുവർട്ട് എന്ന നമ്മുടെ പേജ് ഫോളോ ചെയ്ത് അതിൻ്റെ ബയോയിൽ ഞാനല്ലാതെ പിന്നെ ആരെന്നുള്ളൊരു ബ്രോഡ്കാസ്റ്റ് ചാനലുണ്ട്. ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്, അതിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കൃത്യമായിട്ടിടുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ അപ്ഡേഷൻസുകളും നമ്മൾ അറിയിക്കുന്നതാണ്. നമ്മളെല്ലാ കുട്ടികളുടെ കൺഫ്യൂഷൻസുകൾ എന്താണ്, കോമൺ ആയിട്ട് വരുന്ന ഡൗട്ട്സുകൾ എന്താണ്, ഇതൊക്കെ നമ്മൾ ഷോർട്സ് ആയിട്ടും അതുപോലെ റീൽസ് ആയിട്ടും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് അത്യാവശ്യമായിട്ടുണ്ട്. എല്ലാവരും വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക, നിങ്ങളുടെ പേരൻസിന് അയച്ചു കൊടുക്കുക. ഒരു ക്ലാരിറ്റി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. സപ്ലിമെൻ്ററി വരുമ്പോൾ എല്ലാ മക്കളും സപ്ലിമെൻ്ററിയിലേക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.